ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സ് ഓറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിന്റെ അനാലിസിസ് ഇന്നലെ ചെയ്തതും നാളത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ലെവൽസും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വെനസ്ഡേയിലേക്കുള്ള അനാലിസിസ് ചെയ്തായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു 24,200 ഇമ്പോർട്ടന്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ നല്ലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രമേ മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ ചാൻസ് ഉള്ളെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ 24,200 അവിടെ ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കാം. നിഫ്റ്റിയുടെ കാര്യമാണ് പറയുന്നത്. 24,200 അവിടെ കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് സ്ലോലി താഴ്ത്തോട്ട് പോകുന്ന ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആണ് ഉണ്ടായിരിക്കുന്നത്. 24,179 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേന് ഗൈസ്. അപ്പോൾ 24,300 താഴെ ഉണ്ടായിരുന്ന, അതായത് 24,300 24,200 താഴെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഇന്ന് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഗ്യാപ്പ് ഡിലീറ്റ് ചെയ്യണമെന്ന്. താഴെയുള്ള ഗ്യാപ്പ് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒന്നെങ്കിൽ സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു പുള്ളപ്പ് തരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. താഴത്തോട്ട് വരാൻ ചാൻസസ് കുറവാണ്. കാര്യം വോളറ്റിലിറ്റി ഉണ്ടായാലും മാർക്കറ്റിന്റെ അപ്വേർഡ് മൂവ്മെന്റിനുള്ള ചാൻസസ് ആണ്. കാര്യം ഇന്നറിയാലോ, ഇന്നും കൂടി നാളെയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 19th ജൂൺ നമ്മുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ നടക്കുവാണ്. നമ്മുടെ വാറന്റിന്റെ ഗ്ലോബൽ വാറന്റിന്റെ US ഇസ്രായേൽ വാറിന്റെ ഒഫീഷ്യലി സൈനിങ് ഓഫ് എഗ്രിമെന്റ് നടക്കണേണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU സൈൻ ചെയ്യുവാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ഈ ഒരു റിഫ്ലക്ഷൻ ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഇന്ന് മാർക്കറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി, ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ എന്നിട്ട് ബാക്കിയുള്ളതിലോട്ട് കിടക്കാം. അപ്പോൾ 160 പോയിന്റ്സ് ഡൗൺ ഞാൻ ഇനിയിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. കാര്യം മാർക്കറ്റ് പതുക്കെ പുള്ളപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടത്തെ ഗ്യാപ്പാണ്. ഞാനൊന്ന് കറക്റ്റ് ആയിട്ട് വെച്ചോട്ടെ. അതായത് ഇവിടത്തെ ഗ്യാപ്പാണ്. ഇത് ഏകദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഏകദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 49 പോയിന്റ്സ് ഉണ്ട്. ചെറിയ ഗ്യാപ്പാണ്. നിഫ്റ്റിനെ അപേക്ഷിച്ച് ഒരു സ്മോൾ ആവറേജ് മൂവ്മെന്റ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയിടാം 49 പോയിന്റ്സ് ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളപ്പ് കിട്ടിയാൽ പെട്ടെന്ന് ഈസിലി ക്ലോസ് ആവും. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ചാണ് ഞാൻ പറയണത് ഈ 49 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അത് മാത്രമല്ല ഇപ്പോ കറന്റ് പെട്ടെന്ന് താഴ്ത്തോട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,300 ആണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ്. ഇത് ഗ്യാപ്പ് ഫില്ലിങ്ങും കഴിഞ്ഞ് വരുന്ന ലെവലാണ് 24,300. ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് അതും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇതെന്ന് പറയുന്നത് 24,500 എന്ന് പറയുന്ന ലെവലാണ്. ഞാൻ റൗണ്ടപ്പ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. 24,486 ആണ്. ഞാൻ റൗണ്ടപ്പ് ആയിട്ട് 24,500 എന്ന് ആണ് എഴുതുന്നത്. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ സപ്പോർട്ട് ലെവൽ നോക്കണമെങ്കിൽ 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ് വരുന്നത്. ഒന്ന് 24,000. നമ്മൾക്ക് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 24,000 ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇന്നലെ റെസ്പെക്ട് ചെയ്ത ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ 24,000 എന്ന ലെവലിന്റെ താഴ്ത്തോട്ട് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെയും താഴ്ത്തോട്ടുള്ള ലെവലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഇതാണ് ഈ 24,000 എന്ന ലെവല്. ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, മാർക്കറ്റ് പുള്ളപ്പ് ചെയ്ത് താഴ്ത്തോട്ട് പോന്നാലും ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ല, ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് താഴ്ത്തോട്ട് ഫോൾ ഡൗൺ ചെയ്യാൻ ഫോം ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇവിടെ താഴ്ത്തോട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ചാൻസസ് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ നിന്ന് റീട്രേസ് ചെയ്യാണ്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ വരച്ചേക്കണ സപ്പോർട്ട് ലെവലിൽ നിന്ന് റീട്രേസ് ചെയ്യാനാണ് കൂടുതൽ ചാൻസസ്. അപ്പോൾ പ്രത്യേകിച്ച് ബുള്ളിഷ് ക്യാൻഡിലും സൈഡ് വേസും നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് നാളെ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിംഗ് ഡേ ആണ്. അതും കൂടി കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഥവാ 24,000 സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഗ്യാപ്പ്, താഴെയുള്ള ഒരു 160 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന്റെ മോളിൽ വരുന്ന ലെവലാണ് 23,800. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്ന. കാര്യം നമുക്ക് താഴെ 160 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും താഴ്ത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആവറേജ് മൂവ്മെന്റ് നോക്കണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ 160 പോയിന്റ്സ്
ഗ്യാപ്പ് ആണ് നമുക്ക് നോക്കാനുള്ള ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് താഴത്തോട്ട് ഫസ്റ്റ് 176 പോയിന്റ്സ് മൂവ് ചെയ്യണം. പിന്നെ വരുന്നത് ഏകദേശം 381, ഏകദേശം 400 പോയിന്റ്സിന്റെ അടുത്ത് മൂവ് ചെയ്താൽ മാത്രമേ ഈ ഗ്യാപ്പ് ക്ലോസ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഈ ഗ്യാപ്പിനെ കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 23,800 സപ്പോർട്ട് ടു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് ആക്ട് ചെയ്യുക. അത് മാത്രമല്ല, മുകളിലോട്ടാണ് പുള്ളപ്പ് കിട്ടണമെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നോക്കുക. 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ നോക്കണം. 1 അവർ ക്യാൻഡിൽ തന്നെ വെച്ച് നോക്കുക. നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ മാത്രമേ 24,300 റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഞാൻ അനാലിസിസ് ചെയ്തില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഇന്നലെ വന്നില്ല. അത് മാത്രമല്ല, നിഫ്റ്റിയുടെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. 24,168 ആണ് ബൈ സെൽ വാല്യൂ വന്നത്. ഇന്നത്തെ ക്ലോസിംഗും കൂടി മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് വന്നിരിക്കുന്ന ക്ലോസിംഗ് എന്ന് പറയുന്നത് 24,179 ആണ് ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പിന്നെ +82 പോയിന്റ്സ് അപ്പ് 0.34% ആണ് അപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമാണ്. ഇന്നൊരു എല്ലാ മാർക്കറ്റും എല്ലാ ഇൻഡെക്സസും നമുക്ക് ഒരു ഭയങ്കര ബുള്ളിഷ് അല്ലെങ്കിലും ഒരു കുറച്ച് ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു എന്ന് പറയാം. പിന്നെ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഞാനിത് മൺഡേയിലെ അനാലിസിസ് ചെയ്തതാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിരുന്നു 57,600 ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടുമെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ 57,600 ബ്രേക്ക് ഔട്ട് നടന്നു. ഇന്നലെയൊക്കെ സൈഡ് വേസ് ആയിട്ട് ആ 57,600 സൈഡ് വേസ് ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. 378.75 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ് വന്നത്. 0.66% ആണ് പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് വന്നത്. ഇനി എടുത്തു പറയാനുള്ള കാര്യം, താഴെ ഉണ്ടായിരുന്ന 300 പോയിന്റ്സ് ഗ്യാപ്പ് ഇതുവരെ ഫില്ലായിട്ടില്ല. മാർക്കറ്റ് ഇൻട്രാഡേയിലായാലും സ്വിങ്ങിലായാലും നമുക്ക് അപ് ട്രെൻഡിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള. താഴത്തെയുള്ള 300 പോയിന്റ്സ് ഒരു വളരെ ചെറിയ പോയിന്റ്സ് കുറഞ്ഞിട്ടുണ്ട്. 300 ഇല്ല, ഇപ്പൊ വളരെ കുറച്ച് മാത്രം ഒന്ന് ഫില്ലായിട്ടുണ്ട്. അത് ഇന്ന് ഫില്ലായതല്ല, നേരത്തെ ഫില്ലായാണ്. ഇനി ബാക്കി നമുക്ക് പറയാനാണെങ്കിൽ ഒരു 173 പോയിന്റ്സേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഞാനിവിടെ എഴുതിക്കോട്ടെ, 173 പോയിന്റ്സ് ഗ്യാപ്പ് അതേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ. നമ്മുടെ ക്ലോസിംഗ് ലെവൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് വരുന്നത് ഏകദേശം ഇന്ന് ക്ലോസ് ചെയ്ത ലെവൽ 57,987 ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 57,963.66% പെർസെന്റേജ് വൈസ് മൂവ്മെന്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസും സപ്പോർട്ടും ആണ്. അപ്പൊ അതിലോട്ട് കിടക്കട്ടെ. അപ്പോ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നോക്കാനുള്ള മേജർ ലെവൽ ഓഫ് റെസിസ്റ്റൻസ് നാളത്തെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവലാണ്. ബാങ്ക് നിഫ്റ്റി പതിയെ അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ ഗ്യാപ്സ് ഉണ്ട്, അതും വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഗ്യാപ്പ് വരുമ്പോഴേക്കും ആ ഒരു ലെവലിൽ നിന്ന് റീട്രേസ് ചെയ്യാൻ സാധ്യത കൂടും. കാര്യം മാർക്കറ്റ് എപ്പോഴും ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ആവറേജ് മൂവ്മെന്റും കൂടി നോക്കണം, എന്നാൽ മാത്രമേ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 59,000 ആണ്. ഇതാണ് നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് വരാൻ പോകുന്നത് നാളത്തേക്കുള്ളത്. പിന്നെ സപ്പോർട്ട് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് 57,500 എടുക്കാം. കാര്യം അത് പ്രീവിയസ് ഗ്യാപ്പ് ഉണ്ടായിരുന്ന ലെവലും കൂടിയാണ് 57,500. ഇതാണ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ബേസിക് ആയിട്ട് ചെയ്യാവുന്ന കാര്യം 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക. ബെയറിഷ് വന്നാൽ മാത്രമേ താഴത്തോട്ട് മൂവ് ചെയ്യുള്ളൂ. ബുള്ളിഷ് വന്നാൽ മാത്രമേ, നല്ലൊരു കൺഫർമേഷൻ ലെവൽ ബ്രേക്ക് ഔട്ട് വന്നാൽ മാത്രമേ മുകളിലോട്ട് മൂവ് ചെയ്യുള്ളൂ. ആവറേജ് ലെവൽസ് നോക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ പറയാറുണ്ട് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ ആ ഒരു ആവറേജ് മൂവ്മെന്റ് ചെക്ക് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫർ. പിന്നെ നമ്മുടെ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ കോഴ്സിന്റെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ വെയിറ്റ് ചെയ്യുക, നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫിനിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ഫിനിഫ്റ്റി
നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന 26,600 വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണേണ് ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഇവിടെ വരച്ചിട്ടിരുന്നു. കാര്യം 26,600 കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് മൂവ്മെന്റ്, നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വരച്ചിട്ടിരുന്നതാണ് ഞാൻ, ഒരു താഴ്ത്തോട്ടുള്ള ഒരു റീട്രേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിനു മുമ്പത്തെ വീഡിയോകൾ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതായത് കണ്ടോ, കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അനാലിസിസിലോട്ട് കിടക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ ക്ലോസിംഗ് 26,592 ആണ് ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 26,581.95 പ്ലസ് 177 പോയിന്റ്സ് അപ്പ് 0.67% ആണ് അപ്പ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം താഴത്തുള്ള ഏകദേശം 260 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ഇതുവരെ ഫിൽ ആയിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും ആവറേജ് പൊസിഷൻ ഒക്കെ ഞാനിപ്പോ പറയാം. അതായത് 260 പോയിന്റ്സ് ഗ്യാപ്പ് എന്നൊന്ന് ഞാൻ എഴുതോട്ടെ. 260 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് താഴത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവൽ ആയിട്ട് വരും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് നേരത്തെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്താണ്. നമുക്കിപ്പോ മാർക്കറ്റ് മുകളിലോട്ട് പോയതുകൊണ്ട് ഇതിനിപ്പോൾ സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഓർക്കണം, ഇവിടെ നിന്നാണ് ഒരു വലിയ താഴത്തോട്ടുള്ള ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ലെവൽ ആയിരുന്നു. ഇനി നമ്മൾ സപ്പോർട്ട് ലെവലായിട്ട് കാണും. കാര്യം മാർക്കറ്റ് അതിന്റെ മുകളിലോട്ട് മൂവ് ചെയ്തത് കൊണ്ട്. പിന്നെ മാർക്കറ്റ് പ്രീവിയസ് റെസിസ്റ്റൻസ്, ഇതാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് അനാലിസിസിലോട്ട് കടക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 26,800 ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1. പിന്നെ സപ്പോർട്ട് വരുവാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ലെവൽ, ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനൊരു കാരണവും കൂടി ഉണ്ട്. ഇതിന് മുമ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഏകദേശം കറക്റ്റ് ഡേറ്റ് പറയുവാണെങ്കിൽ 7th May 2026 ഒരു ചെറിയ ഗ്യാപ്പ് ഫോം ചെയ്ത ലെവലാണ്. ഈ ഗ്യാപ്പ് ഒക്കെ ഫില്ലായി. അഫ്കോഴ്സ് ഈ അത് മാത്രമല്ല, ഈ ഗ്യാപ്പ് ഫില്ലായതിനു ശേഷമാണ്, ഇത് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞു തന്നു, ഈ ഗ്യാപ്പ് ഫില്ലാകാൻ ചെറുതാണെങ്കിലും മുകളിലോട്ട് ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടിയാൽ ഫില്ലാവുന്നു. ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ നല്ലൊരു പുള്ളപ്പ് കിട്ടിയാണ് മൂവ് ചെയ്തത്. 177 പോയിന്റ്സ് എന്ന് പറയുന്നത് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. ഹെവി ബുള്ളിഷ് അല്ലെങ്കിലും നമ്മൾ സ്പെസിഫിക് നിഫ്റ്റിയുടെ ഞാൻ ആവറേജ് പറയാറുണ്ട് 150 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്ത് ഇന്ന് നല്ലൊരു മൂവ്മെന്റ് കിട്ടി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സപ്പോർട്ട് ലെവൽ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് 26,400 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 26,400 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ അത്രയും താഴത്തോട്ട് 260 പോയിന്റ്സിലോട്ട്, അതായത് ഇവിടം വരെ എടുക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഇതാ ഞാൻ പറഞ്ഞ ആവറേജ് മൂവ്മെന്റ് നോക്കണമെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു 150 to 200 പോയിന്റ്സ് ആണ്. അപ്പൊ ഓൾറെഡി ആവറേജ് മൂവ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും വല്ല ഒരു നെഗറ്റീവ് ന്യൂസോ സെൽ ട്രെൻഡോ വന്നാൽ മാത്രമേ മാർക്കറ്റ് ഈ 260 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴെ വരുള്ളൂ. അതും ഒറ്റയടിക്ക് 260 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ അത്രയും വലിയ ഒരു മാർക്കറ്റില്, ഒരു ഗ്ലോബൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലോ നെഗറ്റീവ് ന്യൂസ് വരണം. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റ് താഴത്തോട്ട് വരാനാണെങ്കിൽ, പക്ഷെ താഴത്തോട്ട് വരാനുള്ള ചാൻസസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വാർ ക്ലോസ് ചെയ്തതോ എല്ലാം കൊണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. നമുക്ക് വീണ്ടും നോക്കാനുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് 26,800 ആണ്. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലും കൂടിയാണ്. പിന്നെ ഇതിന്റെ ബുള്ളിഷ് മൂവ്മെന്റ് മൂവ് ചെയ്താൽ പിന്നെ നമുക്ക് ഒരു ബുള്ളിഷ് റാലിയും കൂടി കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മൂവ്മെന്റ് കിട്ടി. ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ പിന്നെ സൈഡ് വേസിനാണ് ചാൻസസ് കൂടുതൽ. കാര്യം ഓൾറെഡി ആവറേജ് മൂവ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും വലിയ ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് ഇപ്പൊ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നാളെയും എനിക്ക് പറയാനുള്ളത്,
നിഫ്റ്റിയില് ഗിഫ്റ്റ് നിഫ്റ്റിയില് എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് നോക്കുക. എന്നിട്ട് മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ട് പോകണമെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യണമെന്ന് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനു മുമ്പ് നമ്മുടെ നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മാക്സൽ, ഇൻഡിഗോ, അദാനിയൻ, ട്രെൻഡ്, ബെൽ, NTPC, HDFC ബാങ്ക് എന്നിവയൊക്കെയാണ്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വന്നേക്കുന്ന ഇൻഫി, ടാറ്റ കൺസ്യൂമബിൾസ്, ടെക്കം, TCS, മാരുതി, വിപ്രോ, കോൾ ഇന്ത്യ എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് ലൂസേഴ്സേ ഉള്ളൂ. ഏറ്റവും വലിയ ലൂസറായിട്ട് വന്നത് കാനറ ബാങ്ക് ആണ്. അതിലും കുറവ് കൊഡാക് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയൊക്കെയാണ്. ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും മുകളിൽ നമ്മുടെ 15% നമ്മുടെ നിഫ്റ്റിയിലെ ഹോൾഡ് ഉള്ള പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിച്ചത്. അത് തന്നെ നമ്മുടെ ടോപ്പ് ഗെയിനർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടു പുറകെ SBIN, യെസ് ബാങ്ക്, യൂണിയൻ, IDFC, PNB, ആക്സിസ് ബാങ്ക്, AU ബാങ്ക്, ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ് ബാങ്ക് എന്നിവയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ 1% മുകളിൽ ഇൻഡെക്സസ് അത്ര ഫുള്ളപ്പ് തന്നിട്ടില്ല. പക്ഷെ ആവറേജ് ഒരു 5.5% ഒക്കെ എല്ലാ ഇൻഡെക്സസും തന്നിട്ടുണ്ട്. സെക്ടോറിയൽ ഇൻഡെക്സസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ഇത്രയും ബാഡ് പെർഫോമൻസ് ആണ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാര്യം വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്, 0.01%. ബാക്കി എല്ലാം ഒരു എന്താണ് 0.5ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്ത് മാർക്കറ്റ് പ്രിഫറബിളി ബാക്കിയുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൈഡ് വേസ് അല്ലാതെ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകി. പിന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് 1%ന്റെ മുകളിൽ പെർഫോം ചെയ്തത് നിഫ്റ്റി 500 ഹെൽത്ത് കെയർ ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഇന്നലെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തിരുന്നു. കാര്യം ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. അപ്പൊ എല്ലാവരും അതനുസരിച്ച് സൂക്ഷിച്ച് ട്രേഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സെൻസെക്സിന്റെ മുകളിലുള്ള ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടില്ല. നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടി. മുകളിൽ നിന്ന് റീട്രേസ് ചെയ്യണേന് അത്രയും ടൈം കിട്ടിയില്ല. അതിന് മുമ്പേ മാർക്കറ്റ് ക്ലോസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 അവർ ക്യാൻഡിലിൽ തന്നെ നമുക്ക് കാണാം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഫൈനൽ ബുള്ളിഷ് മൂവ്മെന്റ് നൽകിയത്. പിന്നെ ലാസ്റ്റത്തെ അഫ്കോഴ്സ് ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് ലാസ്റ്റത്തെ സെല്ലിംഗ് പ്രഷർ ആണ് വന്നത് സെൻസെക്സില്. പിന്നെ താഴത്തുള്ള ഗ്യാപ്പ് 650 പോയിന്റ്സ് ഗ്യാപ്പ് സെൻസെക്സി ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് അനാലിസിസിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന മാർക്കറ്റ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 77,446 ആണ് ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 77,409.98 പ്ലസ് 254.36 പോയിന്റ്സ് പ്ലസ് 0.33% ആണ് അപ്വേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. നാളത്തെ ഫ്രൈഡേ വീക്ക്ലി ക്ലോസിംഗിലുള്ള അനാലിസിസിലോട്ടാണ് ഞാൻ കടക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് 78,000 ആണ്. ഇത് നേരത്തെ റെസ്പെക്ട് ചെയ്ത റെസിസ്റ്റൻസും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 78,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് എടുക്കണം. ഞാൻ മിനിമൈസ് ചെയ്താൽ കാണിച്ചു തരാം. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ആ ചെറിയ ഗ്യാപ്പ്. അപ്പോൾ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്യാപ്പ് കവറപ്പ് ചെയ്ത് ഞാൻ 78,000 എന്ന റെസിസ്റ്റൻസ് 1 എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മെഷർ ചെയ്തോട്ടെ. ഗ്യാപ്പിന്റെ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 128 പോയിന്റ്സ് വരുന്നുണ്ട്. നമുക്കറിയാം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ 128 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ഈസി ആയിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകണമെങ്കിൽ മൂവ് ചെയ്യും. കാര്യം ഇവിടെ ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലിൽ നിന്ന് ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 194 പോയിന്റ്സ് ഉള്ളു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പോ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ മതി ഈ 128 പോയിന്റ്സ് ഈസിലി ക്ലോസ് ആകാൻ. അതുകൊണ്ട് തന്നെ 78,000 ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സപ്പോർട്ടായിട്ട് വരുന്നത് ഇതുമാണ്. ഞാൻ ഇവിടെ വരച്ചപ്പോൾ തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
നമുക്ക് പണ്ട് ഗ്യാപ്പ് വന്നൊരു ലെവലാണ്. പിന്നെ അതിന്റെ തൊട്ട് മുമ്പത്തെ സപ്പോർട്ട് ലെവലും കൂടിയാണിത്. അത് വെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ആവറേജ് മൂവ്മെന്റും സെന്റിമെന്റൽ അനാലിസിസും ഫിബിനോക്കി ലെവൽസും കൂടിയാണിത്. അതും കൂടി കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വരാനുള്ള ലെവൽ എന്ന് പറയുന്നത് 77,200ഉം ഞാനിവിടെ മാർക്ക് ചെയ്യാം. 77,200 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ലെവൽ എന്ന് പറയുന്നത് 76,800 ആയിരിക്കും. 76,800 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെൻസെക്സ് ലെവൽസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. കാര്യം എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ അനാലിസിസും ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ട് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്യാൻ ഫിബിനോക്കി, കാൻഡിൽ സ്റ്റിക്ക്, പ്രൈസ് ആക്ഷൻ, സെന്റിമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിംഗ്, ഇൻട്രാ ട്രേഡിംഗ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒന്നും ട്രേഡ് അറിഞ്ഞുകൂടെങ്കിൽ പോലും എങ്ങനെ കറക്റ്റ് ലെവൽസ് കണ്ടുപിടിക്കാം, എങ്ങനെ കറക്റ്റ് മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാം, ഇതൊക്കെ കവറപ്പ് ചെയ്യുന്ന കോഴ്സാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സോറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.